സന്തോഷം. ഞാൻ കക്ഷിയൊന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല വന്നത്, ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ അങ്ങനെയൊന്നുമല്ല പറയേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു സമയത്ത് ദൈവസ്വാധീനം ജേഷനുണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് അത് ചെയ്യാനും പറ്റി. നന്ദി പ്രകടിപ്പിക്കുന്നു. ഓടുന്ന ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീഴാനൊരുങ്ങിയ യാത്രക്കാരനെ പൊതുജീവിതത്തിലേക്ക് മടക്കിയെത്തിച്ച വൈറൽ കണ്ടക്ടറും ആ യാത്രക്കാരനും ഒടുവിൽ കണ്ടുമുട്ടി. ഹൃദയത്തിൽ നന്മ കാത്തു സൂക്ഷിക്കുന്ന കണ്ടക്ടർ ബിലു എന്ന് വിളിപ്പേരുള്ള ബിജിത് ലാൽ യാത്രക്കാരനായിരുന്ന ജയകൃഷ്ണന്റെ വീട്ടിലെത്തിയാണ് കണ്ടത്. മധുരം നൽകി വിശേഷങ്ങളും പങ്കുവച്ചു. വേറെയോ കൊണ്ടാണ്ടല്ലേ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഡോറ് തട്ടി പുറത്ത് പോയനെ ഇല്ലേ? ചേട്ടങ്ങനെ കാലം എന്താ പറ്റുന്ന സ്ലിപ്പായി പോയി. ഇപ്പോൾ ഓർമ്മയുണ്ട് അതൊക്കെ. സ്ലിപ്പായി പോയാൽ ഡോറിൻ്റെ ലോക്കലോട്ടാണ് താങ്കൾ ചെന്ന് വീഴുന്നത്. അങ്ങനെ ഡോറങ്ങ് തുറന്നു പോയായിരുന്നു. കയറി പിടിക്കാൻ സാധിച്ചത് ഏതോ ദൈവഭാഗ്യം. ആ പിടി കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. കാണണമെന്നുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു കാണണോ. അല്ലെങ്കിൽ തല ഇടിച്ച് റോഡിൽ വീഴുകയും അത് കുറേ നാളത്തെ വണ്ടി വന്ന് വീഴുകയൊക്കെ ചെയ്തേനെ. എന്തോ ഭാഗ്യമുണ്ട്. എൻ്റെ കൈ തട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഞാൻ കാണുന്നത് പോലും ഇല്ല. കൈ തിന്ന് ജയേഷൻ്റെ കൈ എൻ്റെ കൈ കിട്ടിയത് പോലും എനിക്കറിയുന്നില്ല. എവിടെ പിടിച്ചത് പോലും അറിയത്തില്ല. ഞാൻ അന്നേരത്തെ ആ മാനസികാവസ്ഥ, എൻ്റെ മാനസികാവസ്ഥ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെങ്കിലും പിടിച്ചാൽ മുകളിൽ കയറ്റിയാൽ മതി. പിടിച്ച് മേളിൽ കയറ്റിയതാണ്. പിടിച്ച് മേളിൽ കയറ്റി ജയേഷനെ സീറ്റ് കാണിച്ചു തന്നിട്ട് അവിടെ എത്തിയതാണ്. ജയേഷൻ പറഞ്ഞിട്ടാണ് ശാസ്താംകോട്ടയിൽ പോലും അല്ല ഇറങ്ങിയത്. അതിന് മുമ്പേ ഉള്ള 2 സ്റ്റോപ്പിന് മുമ്പാണ് വെള്ളിക്കുന്നത്ത് നോക്കുന്ന പറയുന്ന സ്റ്റോപ്പിൽ വന്നിട്ട് ജയേഷനാണ് പറഞ്ഞത് എനിക്ക് ഇറങ്ങണം. എനിക്ക് തോന്നിയത് പേടിച്ചിട്ടായിരിക്കാം ജയേഷൻ അവിടെ ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നീട് ജയേഷനെ കാണുന്നേ ഇല്ലല്ലോ, കണ്ടിട്ടേ പിന്നെ അഡ്രസ്സൊക്കെ അറിയാൻ്റെ കണ്ണ് കണ്ടുപിടിച്ചൊക്കെ ഉള്ളത്. പിന്നെ അങ്ങോട്ട് കാണണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ജയകൃഷ്ണന്റെ മാതാവ് തന്റെ മകനെ രക്ഷിച്ചതിന് ഹൃദയത്തിൽ തൊട്ട് നന്ദി പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു എൻ്റെ മകനെ രക്ഷിച്ചതിൽ. സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ എത്തിയപ്പോഴാണ് അപകട വിവരം അറിയുന്നതെന്നും ആ അമ്മ പറഞ്ഞു. അവര് കാണിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. തൊഴിലുറപ്പ് കഴിഞ്ഞ് വരുമ്പം അവരെന്നെ കാണിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്നേരം ആ വിഷയം കണ്ടപ്പോൾ നന്ദി പ്രകടിപ്പിക്കുന്നു. അന്നെ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ പോയ ഇവിടുന്ന് ഉച്ചയ്ക്ക് ചോറും കൊണ്ടിട്ടാണ് അങ്ങോട്ട് വന്നത്. 2 മണി 1:45 ഇവിടുന്ന് പോയി. ഞങ്ങൾ 2:10 ആയപ്പോഴാണ് ഇവിടെ വന്നിട്ട് ജേഷൻ ഇത് പറഞ്ഞോ? എന്നോട് പറഞ്ഞില്ല, ഞാനിത് പറഞ്ഞില്ല. പിറ്റേന്ന് വൈകുന്നേരം ഇല്ല, അവർ വന്നു നിൽക്കുമ്പോൾ അവരെന്താ വന്നെന്ന് പോലും എനിക്ക് അറിയത്തില്ലല്ലോ. പിന്നെ അങ്ങനെ ഇതൊക്കെ തരുമ്പോൾ ഞാൻ അറിയുന്നത്. എന്നപ്പോൾ അമ്മ കണ്ടില്ലയോ എന്ന് പറഞ്ഞോണ്ടാ വീഡിയോ കാണിച്ചിരുന്നത്. അങ്ങനെയാണ്. അപകടശേഷം ഭയന്നു പോയ ജയകൃഷ്ണൻ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല. അന്നേ ദിവസം മറ്റൊരു യാത്രക്കാരിയുടെ പേഴ്സ് മോഷണം പോയ സംഭവവും പിന്നീട് കണ്ടെത്തി നൽകിയ കാര്യവും ബിലു അവിടെ വെച്ച് വെളിപ്പെടുത്തി. ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിയാണ് നാട്ടുകാരും വീട്ടുകാരും ബിലുവിനെ യാത്രയാക്കിയത്. ബിലു ഇങ്ങനെ വരുമെന്ന് കരുതിയായിരുന്നു? ബിലു ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ. ബിലു ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഇനിയും ജീവിതത്തിൽ ഉണ്ടാവണം. അത് നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃകയായി മാറും. ഇപ്പം തന്നെ മാതൃകയായിട്ടുണ്ട്. സന്തോഷം. ഞാൻ കക്ഷിയൊന്ന് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല വന്നത്, നമ്മളെ കാണാനൊരു ആഗ്രഹം, അതുകൊണ്ട് വന്നതേ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയുന്നത് കണക്ക് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങൾ അങ്ങനെയൊന്നുമല്ല പറയേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു സമയത്ത് ദൈവസ്വാധീനം ജേഷനുണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് അത് ചെയ്യാനും പറ്റി. നാളെ കാലത്ത് നമ്മൾ ദുഃഖിക്കേണ്ട ഭാഗത്ത് നമുക്കൊരു സന്തോഷമാണ് തന്നത്. അതിനോട് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം.